എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളക്കടല കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളക്കടല എടുക്കുക. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 8 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. വെള്ളക്കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കടല ഡ്രെയിൻ ചെയ്ത് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ പിന്നെ വിസിൽ വരില്ല. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ വേവിക്കുക. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. കറുത്ത കടലയുടെ അത്രയും സമയം എടുക്കില്ല വെള്ളക്കടല വേവാനായിട്ട്. കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 6 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 2-3 എണ്ണം കൂടെ കൂടുതൽ എടുത്താൽ മതി. ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. കടല നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. കടലയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കടല ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 4 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം ഏകദേശം മാറിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് കടല ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇല്ലേ കറിക്കൊരു പച്ചച്ചോവയായിരിക്കും. കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് തിളപ്പിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോകും. 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് പച്ചവെള്ളം ചേർക്കരുത്. ചൂടുവെള്ളം മാത്രം ചേർക്കണം. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്കൊരു പച്ചച്ചോവ വരും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അരപ്പും കടലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 6-7 മിനിറ്റും കൂടി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിയുടെ ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. ഞാനിപ്പോൾ അധികം ചാറില്ലാതെ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2-3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴാണ് കടലയിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ കടലക്കറി ഒരു 2-3 മണിക്കൂർ ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെള്ളക്കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.